ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വിവോൻ്റെ X300 സീരീസ് ലോഞ്ച് ആവാൻ പോകുന്നുണ്ട്. അതിൻ്റെ കുറേ ലീക്സുകളും അതുപോലെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് വന്ന ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓൾറെഡി ഔട്ടായ ഒരു അപ്ഡേറ്റ്സ് അനുസരിച്ചിട്ട് നമ്മുടെ ഈ X200 Pro ആയിട്ടും X200 ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. X200 Pro ആയിട്ട് നിങ്ങൾ ഓൾറെഡി ഒരു X200 Pro യൂസർ ആണെങ്കിൽ X300 Proയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ എന്തായാലും അതിൻ്റെ ഔട്ടായ കുറച്ച് എന്താ പറയുക സ്പെക്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. എന്താ വെച്ചാൽ പ്രൈസും ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ കഴിഞ്ഞ കൊല്ലത്ത് നമ്മുടെ X200 Pro സീരീസ് പ്രൈസ് വന്നിരിക്കുന്നത് 95 ആയിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ ഇനി 1 lakh above വരുന്ന പറയുന്നത്. പക്ഷേ അത് കാർഡ് ഡിസ്കൗണ്ട് അടക്കം നമുക്ക് മിനിമം ചിലപ്പോൾ ഒരു 10,000 ഒക്കെ റെഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെയായിരുന്നു X200 Proനും ഓൾമോസ്റ്റ് 8,000 rupees നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 88-87 രൂപയ്ക്കൊക്കെയായിരുന്നു നമുക്ക് ലാസ്റ്റ് പ്രൈസ് അവൈലബിൾ ആയിരുന്നതാണ്. അതേപോലെ തന്നെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ലോഞ്ചിങ് പ്രൈസ് അവർ കുറയ്ക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈ ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർട്ടിഫിഷ്യൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ അതേപോലെ സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. നമുക്കിത് വന്ന പോലെ തന്നെ നമ്മുടെ ഈ X200 Proൻ്റെ പോലെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെ ആയിരിക്കും ആണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ 2 ഫോൺസ് ആയിരിക്കും ഈ സീരീസിൽ ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ പോലത്തെ പോലെ തന്നെ അൾട്ര വരുന്നില്ല. അപ്പോൾ MediaTekൻ്റെ പ്രൊസസ്സർ തന്നെയാണ് വരാൻ പോകുന്നത്. 9500 വരെയാണ് വരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതും മീഡിയയുടെ അപ്പോൾ ഇതിൽ 94 ആയിരുന്നു, അതിൽ 95 ആണ്. അപ്പോൾ അതും ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറഞ്ഞാൽ MediaTek തന്നെയാണ്. അത് ചേഞ്ച് ആവണമെന്നില്ല സ്നാപ്ഡ്രാഗണിലേക്ക്. പിന്നെ നമ്മുടെ 6000 mAh ബാറ്ററി തന്നെയാണ് വരാൻ പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെയിം ആണ് നമ്മുടെ. ഇനിയിപ്പോൾ പിന്നെ വേറെ ലീക്സ് വന്നിരിക്കുന്നത് ചാർജിങ് സ്പീഡും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 90 വാട്ടിൻ്റെ സെയിം ചാർജിങ് സ്പീഡും ചാർജർ തന്നെയാണ് വരാൻ പോകുന്നതാണ്. ഇപ്പോൾ ഓൾറെഡി എന്ന് വെച്ചാൽ ചൈനയിൽ ഇറങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ സ്പെക്സ് ഒന്നും വലിയ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയൊന്നുമില്ല. 90 വാട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 90 വാട്ട് വയർഡും 6000 mAh ബാറ്ററിയും അത് സെയിം തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 50 മെഗാപിക്സലിൻ്റെ 1.3 ഇഞ്ചിൻ്റെ പ്രൈമറി ക്യാമറ സെറ്റപ്പ് ഇതിൻ്റെ സെയിം പോലെ തന്നെയാണ് കേട്ടോ. സോണി LYT 828 സെൻസറാണ് വരാൻ പോകുന്നത്. പിന്നെ 200 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിലൊക്കെ അതുപോലെ തന്നെ ഇതുപോലെ തന്നെ അനദർ 50 മെഗാപിക്സൽ. അപ്പോൾ അതും ക്യാമറ സ്പെക്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ 9500ൻ്റെ SoC ആണ് വരാൻ പോകുന്നത് MediaTekൻ്റെ രണ്ടെണ്ണത്തിലും. അപ്പോൾ അതായത് X300ലും X300 Proയിലും. പിന്നെ ചൈനയിൽ ഒക്ടോബറിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ മിക്കതും ഒരു 2 മാസം 1 മാസത്തിൻ്റെ ഇടയിലാവുമെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഈ X300ൽ നമ്മുടെ ഈ 200 മെഗാപിക്സൽ വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റേ നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന X200ൽ നമുക്ക് എല്ലാ 3 സെൻസേഴ്സും 50 മെഗാപിക്സലായിരുന്നു. പക്ഷേ ഇനി വരാൻ പോകുന്ന X300 സീരീസിൽ നമ്മുടെ സെയിം സെൻസേഴ്സ് ആയിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. സെൻസർ ആയിരിക്കില്ല സെയിം, പക്ഷേ സെയിം സെറ്റപ്പ് തന്നെ ആയിരിക്കും. അതായത് 50, 200, 50 ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇനി വരാൻ പോകുന്നത്. പിന്നെ എനിക്കിത് എന്താ വെച്ചാൽ BOEൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ നമ്മുടെ ഈ X200 Proയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ വരാൻ പോകുന്നത് അത് തന്നെയാണെന്ന് വെച്ചാൽ കുറേ ചൈനീസ് ബ്രാൻഡ് ഇപ്പോൾ സാംസങ്ങിൻ്റെ പാനൽ ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടായിരുന്നു, നിങ്ങൾക്ക് അറിയും. അതുകൊണ്ട് തന്നെ സാംസങ് ഇപ്പോൾ വൻ നഷ്ടത്തിലാണ്. അത് വേറെ കാര്യം കേട്ടോ. അവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാംസങ് അടച്ചു പൂട്ടേണ്ടി വരും. ഈ ഒരു ചട്ടത്തരം പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര ആൾക്കാരെന്ന് ഒരു സാംസങ് വേണ്ടെന്ന് പറഞ്ഞ് നടക്കണേ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ ഞാൻ സാംസങ് യൂസറായിരുന്നു ഫുള്ള്. എന്നുവെച്ചാൽ എൻ്റെ പ്രൊഡക്ട്സ് ഹോം അപ്ലയൻസസും ഇതൊക്കെ സാംസങ് ആയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫോണും സാംസങ്ങിൻ്റെ ആദ്യം ഞാൻ സെക്കൻഡറി ആയിരുന്നു ഐഫോണുള്ള സമയത്ത്. പിന്നെ അത് പ്രൈമറിക്ക് ആക്കി അൾട്ര, പിന്നെ അത് കൊടുത്തു. എന്നുവെച്ചാൽ ഈ അത്രയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പേടിയാണ്. പറയുമ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ്. അങ്ങനെ പേടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പ്രഷൻ ഒന്നുമില്ല. ആ സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് പ്രൊഡക്റ്റ് ആയാലും മനുഷ്യനായാലും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതാണ് ആക്ച്വലി സാംസങ്ങിന് പറ്റിയത്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ അവരുടെ പാനൽ വാങ്ങിക്കുന്ന ആൾക്കാരല്ല ബ്രാൻഡുകൾ നിർത്തി. അപ്പോൾ തന്നെ അവർക്ക് വൻ നഷ്ടമാണ്. ഇപ്പോൾ ഗൂഗിൾ അവരെ SoC നിർത്തി. അപ്പോൾ എല്ലാം നിർത്തിക്കൊണ്ട് വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതോടെ ഓൾറെഡി സാംസങ് ബാങ്കിൽ ഇടിഞ്ഞിട്ടാണ് എടുക്കുന്നത്. വൺ ലോസിലാണ് എടുക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് എന്താ പാനലിൽ നിന്നും SoC അങ്ങനെ പാർട്സുകൾ സെല്ലിന് നിന്ന് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വന്നാൽ ഇടിഞ്ഞിട്ടായിരിക്കുന്നത്. അതും പോരാണ്ട് പിന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിനും തെണ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇപ്പോൾ ചെറ്റത്തരം തന്നെ പറഞ്ഞു വരും. എന്ന് വെച്ചാൽ ഒരു കൊല്ലാകുമ്പോൾ ഡിസ്പ്ലേ അടിച്ച് പോകുന്നത് അതിന് കാശ് ചോദിക്കുക. എത്ര ആൾക്കാരും ഇപ്പോൾ വാങ്ങിക്കേണ്ട ആൾക്കാർ ഇതിപ്പോൾ കുറേ ആൾക്കാർ ഓഫ്ലൈനിൽ പോയിട്ട് ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. കുറച്ച് പേര് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവരമില്ലാത്ത ആൾക്കാർ കുറേ പേര് ഇപ്പോൾ എസ്പെഷ്യലി
എസ്പെഷ്യലി ലേഡീസൊക്കെ ആകുമ്പോൾ ഒന്നാമത് അവർക്ക് ഈ ടെക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, അവർക്ക് വലിയ ഇതിനെ വിളിച്ച് പിടിയുണ്ടാവില്ല. അപ്പോൾ കടയിൽ പോയി ചോദിക്കുമ്പോൾ അവർ എന്താ വെച്ചാൽ അവർക്ക് കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന ബ്രാൻഡുകൾ അതൊക്കെ സാംസങ്, ഒപ്പോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്ന സാധനം തലയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ബ്രാൻഡ് മോഡൽസുകൾ പോകുന്നുണ്ട്. അതായത് A സീരീസ്, അവരുടെ A സീരീസ് A56 ഒക്കെ ആ പ്രൈസിന് ശരിക്കും 10 പൈസയ്ക്ക് ഇതില്ലാത്ത സാധനം. 50,000 രൂപ ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ വരുന്ന ഫോണാണ് A56 A55 ഒക്കെ. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ച്വലി ആ പ്രൈസിന് ജസ്റ്റിഫൈഡ് അല്ല, ഓവർ പ്രൈസ്ഡാണ്. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് കമ്മീഷൻ പോകുന്നുണ്ട്. അത് ഓഫ്ലൈൻ മോഡലും കൂടിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് സെല്ലാകുമ്പോൾ അവർക്ക് ഭയങ്കര കമ്മീഷൻ കിട്ടും. അപ്പോൾ അവരതല്ലേ കൊടുക്കുള്ളൂ, കടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ്മാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കോള് വന്നായിരുന്നു, എനിക്കൊരു ഓഫീസ് കോൾ വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇറക്കാം. ഞാൻ അത് കാരണം നമ്മുടെ ഈ വീഡിയോൻ്റെ ഇടയിൽ നമ്മളിതിൽ സൈലൻറ്റോ സംഭവം ആക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഓഫീസ് കോൾ വന്നു കഴിഞ്ഞാൽ പണി കിട്ടി. അപ്പോൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതാക്കാത്തത്. അപ്പോൾ പറഞ്ഞു വന്നത് X300 Pro വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. SoC നമ്മുടെ സാംസങ്ങും ആപ്പിൾ ഇറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, പ്രൊസസ്സർ മാറ്റിയിറക്കാം, അടുത്ത പുതിയ വെർഷനിലെ പ്രൊസസ്സർ വരുമ്പോൾ അത് ഇറച്ചി ഇറക്കും. അതല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും നമുക്കിപ്പോൾ കാണാനില്ല കേട്ടോ. ഇത് 100% കൺഫേംഡ് ഒന്നല്ല, ലീക്ക്ഡ് ആണ്. അതായത് ചൈനയിൽ ഇറങ്ങാൻ പോകുന്നതിൻ്റെ സാധനം അവർ സർട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ലീക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സ്പെക്സും കാര്യങ്ങളൊന്നും അവർ റീജിയൻ വൈസ് ചേഞ്ച് ചെയ്ത് നടക്കാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ മോഡൽ നെയിം മാറ്റുന്നല്ലാണ്ട് ഇപ്പോൾ സ്പെക്സോ സംഭവങ്ങളൊന്നും മാറ്റിയിട്ട് അവർ റീജിയനിൽ സെപ്പറേറ്റ് വേറെ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാൻ പോകുന്ന അതേ X300 300 Pro തന്നെയായിരിക്കും ഇന്ത്യയിലും വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. X300 എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് വ്യത്യാസം മതി, ക്യാമറ സെൻസർ മാറിയുണ്ട്. X300 Pro സീരീസ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു X200 സീരീസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ വിലയും കൂടാൻ പോവാണ്. നിങ്ങളിൽ ഓൾറെഡി X200 Pro ഉണ്ട്, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ X300 Pro വാങ്ങിക്കുന്നതിന് പകരം ഇപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ X200 Pro കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. എന്ന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഒന്നാമത് ഒപ്പോൻ്റെ ഇപ്പോൾ X സീരീസിൻ്റെ ഒരു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പുതിയ മോഡൽ ഇറക്കുമ്പോൾ മറ്റേ പഴയ സീരീസ് അവർ നിർത്തും. ഇപ്പോൾ X300 സീരീസ് ഇറങ്ങിക്കഴിഞ്ഞാൽ X200 സീരീസ് അവർ സെയിൽ നിർത്തും. നമ്മുടെ സാംസങ്ങിൻ്റെയോ ഐഫോണിൻ്റെ പോലെയല്ല. അപ്പോൾ പിന്നെ അത് കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ഇറങ്ങാട്ട് മുമ്പ് വാങ്ങിക്കാൻ ഉദ്ദേശമുള്ളവർ ഇപ്പോൾ വാങ്ങിക്കുക. എന്താ വെച്ചാൽ പ്രൈസ് വലിയ കുറഞ്ഞിട്ടൊന്നുമില്ല. 94,999 തന്നെ എപ്പോഴും പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. കുറേ പേര് ഈ സാധനം ഇത് ഓൾറെഡി യൂസ് ചെയ്ത സാധനം തിരിച്ച് പാക്ക് ചെയ്തിട്ട് കടക്കാർ, കുറേ ഓഫ്ലൈൻ ഷോപ്പുകാരെ വരെ പറഞ്ഞിട്ട് കുറേ ഉടായ്പ ആൾക്കാർ തിരിച്ച് പാക്ക് ചെയ്തിട്ട് സീലേക്ക് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് അവരെ സൂക്ഷിക്കുക. ഭയങ്കര റേറ്റ് കുറച്ചിട്ട് പുതിയ സാധനം തരാനൊക്കെ പറയുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് മാത്രം എടുക്കുക, വെരിഫൈ ചെയ്തിട്ട് എടുക്കുക. ആക്ടിവേറ്റഡ് ആണോ സംഭവമൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഇഷ്ടം ആൾക്കാർ ഇതിപ്പോൾ പണി കിട്ടി കഴിഞ്ഞിട്ട് നമ്മളെ കമൻറ്റിങ് സാധനമൊക്കെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ പുതുവല പിടിക്കാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ അതിനൊക്കെ പിന്നെ പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 വീഡിയോ ചാനൽസ് മാത്രമേ കണ്ടുവെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് വരണം.